MVIPയുടെ കനാലിൽ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ തള്ളുന്ന സാമൂഹ്യ വിരുദ്ധരെ പിടികൂടാൻ CCTV ക്യാമറ സ്ഥാപിച്ചു. മാഞ്ഞൂർ പഞ്ചായത്തിൽ കോതനല്ലൂരിനും നമ്പ്യാകുളത്തിനുമിടയിലാണ് കനാലിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് ക്യാമറയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പാലത്തിൽ നിന്നും കനാലിലേക്ക് ദിവസവും ലോഡ് കണക്കിന് ശുചിമുറി മാലിന്യമാണ് ഒഴുക്കിവിട്ടിരുന്നത്. കനാൽ വെള്ളം ഉപയോഗിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലായിരുന്നു. ശുചിമുറി മാലിന്യത്തിന് പുറമെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളും ചാക്കുകെട്ടുകളിലാക്കി തള്ളുന്നത് പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് i4U വാർത്ത ചെയ്തിരുന്നു. ആദ്യപടിയായി മാഞ്ഞൂർ പഞ്ചായത്തും നമ്പ്യാകുളം റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് കനാലിലെ മാലിന്യങ്ങൾ നീക്കി. രണ്ട് വശവും കാടും പള്ളയും വെട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോതനല്ലൂർ ലയൺസ് ക്ലബ്ബ് CCTV ക്യാമറ സ്പോൺസർ ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് ക്യാമറയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ റോഡുകളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ മാലിന്യം ഇടുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ വീഡിയോ പകർത്തി പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ 2000 രൂപ പ്രതിഫലം നൽകുമെന്നും ഉത്തരവ് സംബന്ധിച്ച് പത്രപ്രസ്താവന ഇറക്കുമെന്നും സുനു ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു നാടൊന്നിച്ചിറങ്ങിയാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നമ്മൾ ഈ CC ക്യാമറ സ്ഥാപിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ആളുകൾക്കറിയാം. നമുക്കറിയാം, മുള്ളംകുഴി വളവ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം തന്നെയാണ്. ഇവിടെ ഈ കനാൽ വന്നതിന് ശേഷം ഈ കനാലിനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ കാട് പിടിച്ച് എല്ലാ സ്ഥലങ്ങളിലും 17 കിലോമീറ്ററോളം വരുന്ന മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ കനാൽ പ്രദേശങ്ങളെല്ലാം കാട് പിടിച്ച് വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം ആദ്യം തന്നെ ഒരു ശുചിത്വ മാഞ്ഞൂർ സുന്ദര മാഞ്ഞൂർ എന്നുള്ള ആ ക്യാപ്ഷൻ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയത്. അപ്പൊ ഈ കനാൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനായ ശ്രീ മോൻസ് ജോസഫ് MLA അന്ന് സമീപിക്കുകയും അദ്ദേഹം അടിയന്തരമായി 20 ലക്ഷം രൂപ പാസാക്കി നമ്മുടെ മൈനർ MVIPയുടെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയായ മുട്ടിയറ സബ് കനാൽ മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ പറമ്പറം മുതൽ ഇങ്ങോട്ടേക്കുള്ള നമ്മുടെ വീതി കൂടിയ ഭാഗങ്ങളും ചെറിയ കനാലുകളും ഒക്കെ ജനകീയ കമ്മിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒട്ടനവധി ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ സാധിച്ചു. ആ കൂടാതെ MVIPയുടെ ആ പ്രോജക്റ്റ് വെച്ചുള്ള ക്ലീനിങ്ങും അതേപടി നടന്നു. എന്തായാലും ഇത് നമ്മൾ ഇന്നോ നാളെ അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. നമ്മുടെ കനാൽ പ്രദേശങ്ങളും നമ്മുടെ ജലാശയങ്ങളും വൃത്തിയാകേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. നമുക്കറിയാം, ഇപ്പൊ മഴയെത്തും മുൻപേ എന്നുള്ള ക്യാപ്ഷനുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാർച്ച് മാസം ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും എന്നുള്ളത്. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു തുമ്പുങ്കൽ, പഞ്ചായത്ത് മെമ്പർമാരായ ഡെസ്ലി ജോർജ്, ലിസി ജോർജ് കുട്ടി, ജോസി മാത്യു, മാത്യൂസ് K മാത്യൂസ്, രാജേഷ് KB, ടോമി കാറുകുളം, ലിസി ജോർജ് കുട്ടി, വാർഡ് മെമ്പർ ഷെർലിൻ ജോസ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജിബി കുര്യാക്കോസ്, സെക്രട്ടറി ജോമോൻ കുര്യാക്കോസ് എന്നിവരും റെസിഡൻസ് അസോസിയേഷൻ സയൻസ് ക്ലബ്ബ് ഭാരവാഹികളും പങ്കെടുത്തു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.